നടത്തിയിട്ടുണ്ടാവും. ഒരേ ഷോട്ടുകൾ എടുക്കാൻ പോകുമ്പോൾ ലാലേട്ടൻ ഇന്ന് നിങ്ങൾ കാണുന്നതാണ്. കുടുംബത്തിലുള്ള ആളാണ്. ലാലേട്ടൻ്റെ കൂടെ സ്ക്രീൻ ഷെയർ ചെയ്യുമ്പോഴും വിസ്മയുടെ കൂടെ സ്ക്രീൻ ഷെയർ ചെയ്യുമ്പോൾ അച്ഛനും അമ്മയൊക്കെ അവിടെ ഉണ്ടാവും. അച്ഛനും അമ്മയും അവിടെ ഉണ്ട്, ലൊക്കേഷനുണ്ട്. അഭിനയം കഴിഞ്ഞ് വരുമ്പോൾ അച്ഛനും അമ്മയൊക്കെ എന്തൊക്കെ പറയാറുണ്ട്? എനിക്കൊരു കാര്യം പറയണമെന്നുണ്ട്, പക്ഷെ എനിക്കതിപ്പോൾ പറയാൻ പറ്റില്ല. കാരണം ഒരു ഭയങ്കര ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായിട്ടുണ്ടായിരുന്നു അതേപോലെ ഷൂട്ടിൻ്റെ സമയത്ത്. കാരണം അപ്പയും അമ്മയും ആദ്യം തൊട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചല്ലോ, പ്രിപ്പറേഷനെ പറ്റി. എത്ര തയ്യാറെടുപ്പുകൾ എന്തൊക്കെയുണ്ട്? ആക്ച്വലി ഞാൻ കുറേ സിനിമകൾ കണ്ടിട്ടുണ്ടായിരുന്നു. സിനിമ ഷൂട്ടിന് മുൻപായിട്ട് തന്നെ ഞാൻ നാലങ്കിളിൽ വരെ ഞാൻ കുറേ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ സിനിമകൾ കണ്ടിട്ട് കുറേ റെഫറൻസസും നോട്ട് ചെയ്ത് എൻ്റെ മൈൻഡിലുണ്ടായിരുന്നു. ലൈക്ക് ഇൻ മൈ ഓൺ വേ എനിക്കത് ചെയ്യാൻ പറ്റുമല്ലോ എന്ന് ശ്രമമായിരുന്നു ആക്ച്വലി. അപ്പോൾ അങ്ങനെ ഐ ഫീൽ ലൈക്ക് ഐ വാച്ച് ലൈക്ക് ലോട്ട് ഓഫ് മൂവീസ്. അതായിരുന്നു എൻ്റെ പ്രിപ്പറേഷൻ. പിന്നെ ഓബിയസ്ലി ജൂഡേട്ടൻ ഭയങ്കര അടിപൊളിയായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് തരാൻ എന്നെ പറ്റിയിരുന്നു. അത് ഐ ഫീൽ ലൈക്ക് ഇറ്റ്സ് എ വെരി ബിഗ് ബ്ലെസ്സിങ് ഫോർ മീ. കാരണം ഓരോ സീനും എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു അത്രയും പോയിന്റ് ഔട്ട്, ലൈക്ക് ബിക്കോസ് ഐ ഫീൽ ലൈക്ക് ഈസ് എ പെർഫെക്ഷനിസ്റ്റ്. അപ്പോൾ കിട്ടുന്നത് വരെ ഹി കീപ്സ് ട്രൈങ്. സോ എനിക്ക് ഭയങ്കരമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നു. സായികുമാർക്ക് കുറേ എക്സസൈസസ് ഈവൻ കണ്ണിനെ പറ്റി അങ്ങനെ കുറേ എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഈ ഒരു ടീം കിട്ടിയത് തന്നെയാണ് ആക്ച്വലി വെരി ലക്കി. ബിക്കോസ് അല്ലെങ്കിൽ ഐ ഡോണ്ട് തിങ്ക് ഐ വുഡ് ബി ഏബിൾ ടു ഡു വാട്ട് ഐ ഡിഡ്. ബട്ട് അതായിരുന്നു എൻ്റെ ഒരു ഹോൾ പ്രോസസ് ഓൺ ദിസ് ജേർണി വിത്ത് ദിസ് ഹോൾ ഷൂട്ട്. Yeah, so my question is also there's a surname, there's too much of expectations likewise, but is that something that you have to, that helps you creatively, or is it something that you have to constantly unlearn during filmmaking, the whole side of expectations and everything? Not really, because I think my whole life been in film. അപ്പോൾ ഞാൻ കുഞ്ഞിലേ തൊട്ട് സെറ്റ്സിൽ പോയിട്ടുണ്ടായിരുന്നു ഷൂട്ടിങ്ങിലായാലും. അപ്പോൾ ഞാൻ കുറേ കണ്ട് ഒബ്സർവ് ചെയ്ത് പഠിക്കുന്ന ടൈപ്പ് ആളാണ്. സോ ഐ ഫീൽ ലൈക്ക് ഐ ഡോണ്ട് ഹാവ് ദാറ്റ് പ്രഷർ, ബട്ട് ഓബിയസ്ലി ദർ വാസ് ദ നെർവസ്നെസ്. ബിഗിനിങ് ഒരു 2-3 ടേക്സ് ഞാൻ ഓബിയസ്ലി ഭയങ്കര പ്രഷറായിരുന്നു. പക്ഷേ എനിക്ക് തോന്നുന്നു ഞാൻ പറഞ്ഞ പോലെ എൻ്റെ കൂടെ ഉണ്ടായ എല്ലാവരും വാസ് അത്രയും വെൽക്കമിങ് ആൻഡ് വാസ് വെരി സ്വീറ്റ്. ജൂഡേട്ടൻ ഉണ്ടായിരുന്നു, പിന്നെ ജോമോൻ ചേട്ടൻ ഈസ് നോട്ട് ഹിയർ, പക്ഷേ റിയലി ഹെൽപ്പ് മീ. അഖിലേട്ടനും ഭയങ്കരമായിട്ട് എന്നെ ക്യാമറയുടെ അടുത്ത് ഞാൻ ഏറ്റവും ക്ലോസ് ആയിട്ടിരിക്കുന്നവർ കുറേ കാര്യങ്ങൾ എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നു. സോ ആ ഒരു കംഫർട്ട്നെസ് കിട്ടിയോടെ ഐ തിങ്ക് ഐ വാസ് ഏബിൾ ടു ഗോ വിത്ത് ദ ഫ്ലോ ആൻഡ് ദേ വർ ഹാപ്പി വിത്ത് ഇറ്റ്. സോ ദാറ്റ്സ് വാട്ട് വാസ് ഓൾസോ മൈ ഹാപ്പിനെസ്. She has got a problem of the language. So ഒരു നമ്മുടെ ലാംഗ്വേജ് കമാൻഡ് എന്ന് പറയുന്ന ഭയങ്കരമാണ്. സോ ഷീ ഡസൻ ഹാവ് ദ കൈൻഡ് ഓഫ് ഒരു ഫ്ലുവൻസി ഇല്ല. സോ നോർമലി ആക്ടേഴ്സിന് it can happen to actors when they are not very fluent with the language. They'll stick on to that line. So I should not make a mistake എന്ന് പറയും. അപ്പോൾ അതിലോട്ട് ഫോക്കസ് ചെയ്യാൻ നോക്കും. എങ്ങനെയെങ്കിലും ഈ ഡയലോഗ് പറഞ്ഞ് ഞാൻ രക്ഷപ്പെട്ടു എന്നല്ല. പക്ഷേ അതല്ല, സ്ലോലി ഇറ്റ്സ് എ പ്രാക്ടീസ്. അപ്പം അതിൽ ഒരു നമുക്കുള്ള ഒരു വാട്ട് ഈസ് ഇംപ്രവൈസേഷൻ, ബേസ് ചെയ്തിട്ട് ഞാൻ ചെയ്തു എന്നല്ല. അത് നമ്മളറിയാതെ നമ്മൾ ഒരു ഇൻഡക്റ്റീവ് മൈൻഡിൽ നിന്നുണ്ടാകുന്ന ഒരു പ്രിപ്പറേഷനാണ് അത്. സംടൈംസ് യു വിൽ ഗെറ്റ് നാച്ചുറലി ഓർ യു ക്യാൻ കൾട്ടിവേറ്റ് ഇറ്റ്, യു ക്യാൻ ഡെവലപ്പ് ഇറ്റ്. അത് ദാറ്റ് ഈസ് ദെയർ ഇൻ്റലിജൻസ്. ബട്ട് ഐ തിങ്ക് ആസ് ഇവരൊക്കെ പറഞ്ഞ പോലെ ഒരു ബിഹേവ് ചെയ്യാൻ പറ്റുന്ന ഒരാളാണ്. പിന്നെ അവർ ഓൾറെഡി ഒരുപാട് പ്ലേ ഒക്കെ ചെയ്തിട്ടുണ്ട്. ബട്ട് പ്ലേ പോലെ അല്ലല്ലോ സിനിമ. അപ്പം ആ ഇൻഡക്റ്റീവ് മൈൻഡ് അവർ ഡെവലപ്പ് ചെയ്ത് വരണം. അതിന് നമ്മൾ പോയി പറഞ്ഞിട്ട് കാര്യമില്ല. ദാറ്റ് ഷീ ഹാസ് ടു ഡെവലപ്പ് ഹെർ ഓൺ ഇൻ ഹെർ ഓൺ വേ. അതൊരു ഇറ്റ്സ് എ പ്രോസസ്. അത് സ്ലോലി ഐ തിങ്ക് ഒരു കുറച്ച് ബ്രില്യൻ്റ് ആയിട്ടുള്ള ആൾക്കാർ അവരുടെ അസോസിയേഷൻ വാച്ചിങ് മൂവീസ് ദേ ക്യാൻ കൾട്ടിവേറ്റ് ആൻഡ് ദേ ക്യാൻ ബ്രിങ് ഔട്ട്. അതിന് സാധിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. എനിക്ക് തോന്നുന്നത് അങ്ങനെ പോരെ കോ ആർട്ടിസ്റ്റിൻ്റെ അടുത്തും നമുക്ക് എന്താ പറയുക, സന്തോഷത്തോടുകൂടി അവരത് പറയാൻ പറ്റും. ഇങ്ങനൊരു മൊമെൻറ്റും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഞാനിങ്ങനെ ഇട്ടാൽ അങ്ങനെ വന്നാൽ നന്നായിരിക്കുമോ എന്ന് ചോദിക്കാറുണ്ട്. അത് എല്ലാവരുടെ അടുത്തും ഇല്ല. അതിഷ്ടപ്പെടുകയും അതിനെപ്പറ്റി അറിയാൻ താല്പര്യം പ്രകടിപ്പിക്കുകയും ചെയ്യുന്ന ആൾക്കാരെ നമുക്ക് കാണുമ്പോൾ മനസ്സിലാകുന്നത് കൊണ്ട് അങ്ങനെയുള്ള ആൾക്കാരടുത്ത് മാത്രം നമ്മൾ എളിയ സജഷൻസ് പറയാറുണ്ടെന്ന് ചോദിച്ചാൽ വേറെ ഒന്നും ചെയ്യാറില്ല.
ലാൽ സാറിനോടാണ്. സർ ഹലോ, സർ ലാൽ സാറിനോടാണ്. ഈ പോലീസ് സ്റ്റേഷൻ സീക്വൻസിൽ ലാലേട്ടൻ്റെ ചെമ്പും അതിൽ കൊടുത്തിട്ടുള്ള ബാക്കിങ്ങും സ്വയം കൊടുത്തിട്ടുള്ള ബാക്കിംഗ് മ്യൂസിക്കിൻ്റെ കേട്ടുന്ന സന്തോഷം ഉൾക്കൊള്ളാറുണ്ട്. ഇപ്പം കുറച്ചും കൂടി വലിയൊരു സ്കെയിൽ കിട്ടിയിരിക്കുന്നു. കുറച്ച് റെസ്പോൺസിബിളും ആണ്, കാരണം ഒരു തുടക്കമുണ്ട്, അതുപോലെ തന്നെ അതിൽ ലാലേട്ടൻ പ്രസൻസും ഉണ്ട്. അപ്പോൾ ഈ തുടക്കത്തിന് വേണ്ടി സ്കോർ ചെയ്യുമ്പോൾ എന്താണ് ബേസിക്കലി മൈൻഡിൽ ഉണ്ടായിരുന്നത് ആസ് എ ഡിസൈൻ? ജൂഡ് പറഞ്ഞ പോലെ ഇതൊരു ഫാമിലി ഡ്രാമയാണ്. അതിൽ കൂടുതൽ എനിക്ക് ഇപ്പം പറയാൻ പറ്റില്ല. ഞാൻ കുറച്ച് എക്സൈറ്റ്മെന്റ് കൂടുതലുള്ള ആളാണ്. അപ്പം എനിക്ക് ലാലേട്ടൻ്റെ തുടർന്നുള്ള സീക്വൻസ് ശരിക്കും അന്ന് സ്കോർ ചെയ്യുന്ന സമയത്ത് ആ എനർജിയിൽ എക്സിക്യൂട്ട് ചെയ്തതിൻ്റെ ആ ഒരു വൈബ് തിയേറ്ററിൽ കിട്ടിയത് അത് ഇതുവരെ ഐ ഡോണ്ട് തിങ്ക് ഐ റിപ്പീറ്റഡ് ദാറ്റ്. കാരണം അത്രയും ഇമ്പാക്റ്റ് ഉണ്ടാക്കി. തുടക്കത്തിലെ സ്ക്രിപ്റ്റിൽ അനുയോജ്യമായ സ്കോർ തന്നെയാണ് കൊടുത്തത്. അപ്പൊ 7-ാം തീയതി കണ്ടിട്ട് പറയുക, അത്രയും പറയാൻ പറ്റും. ഇപ്പോൾ